The person you have called is speaking to someone else. You can wait. പിന്നെ ഒരാൾ വിളിച്ചപ്പോൾ എന്താ ഫോൺ എടുക്കാൻ? ഓ, നമുക്ക് പിന്നെ അച്ഛനും അമ്മ ഒന്നും ഇല്ലാത്ത പോലെ. ഇപ്പം എടുത്താരില്ലല്ലോ എന്നൊരു പറ. ഇവൻ രാവിലെ തന്നെ വിളിക്കുന്നു. പറ, അതെന്താ രാവിലെ തന്നെ മുമ്പ് വന്നല്ലേ? ശിവനെ കൊണ്ട് വലിയ. ഹലോ ഹലോ ജസ്ലെ, ഇത് ഞാനടാ കിച്ചു. എനിക്ക് സുഖമല്ലടാ. നീ സുഖം ഉണ്ടാക്കാനോ രാവിലെ തന്നെ വിളിച്ചത്? അതല്ലടാ, ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, നിങ്ങളൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നടാ. വെറുതെ ഇരിക്കുന്ന ആരെയും പോയി വിളിക്കടാ. അവളവിടെ അച്ഛനും അമ്മയില്ലാത്ത ഗ്യാപ്പിൽ എന്നെ വിളിച്ച് സംസാരിക്കുന്നത്. അതിനിടയിൽ അവൻ്റെ കോപ്പിലൊരു സുഖം അന്വേഷിക്കുന്നത്. വെച്ചിട്ട് പോടാ റാസ്കൽ. ഹലോ, ആ പറ. ഹലോ ഹലോ ഷാനു, ഇത് ഞാനാടാ കിച്ചു. നീ എന്ത് ചെയ്യാ? ഞാൻ നാസക്ക് വേണ്ടി കുറച്ച് സ്പേസിപ്പ് ഉണ്ടാക്കാൻ തിരക്കില്ല. അതിന് നാസർക്ക് ഇപ്പോൾ മീൻ കച്ചവടമൊക്കെ നിർത്തിയല്ലോ, പിന്നെ എന്തിനാ അവർക്ക് ഷിപ്പ്? എടാ, എനിക്കൊരു മാറ്റം ഇല്ലല്ലോടേ. എനിക്കല്ലല്ലോ, നിങ്ങൾക്കൊക്കെ അല്ലേ മാറ്റം. ഒന്ന് വിളിച്ചോടി നോക്കുന്നില്ല? പിന്നെ നീ എന്നെ പ്രസവിക്കാൻ പോയ ഭാര്യയല്ലേ, ഇടക്കിടക്ക് വിളിച്ചു നോക്ക്. ഞാൻ കുറച്ചു നേരത്തെ ജസീലിനെ വിളിച്ചിരുന്നു. അവനാണെങ്കിൽ ഒന്ന് മിണ്ടാൻ പോലും ടൈമില്ല. എടാ, നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ല, രാവിലെ മറ്റുള്ളവരെ വിളിച്ച് ശല്യം ചെയ്യാൻ. എടാ, എനിക്ക് നിങ്ങളല്ലാണ്ട് വേറെ ആരാടെ ഉള്ളത്? നിങ്ങളൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നതാ. കാണാനും കൊതിയാന്ന്. വീട്ടിലിരുന്ന് ബോറടിച്ച് ഡിപ്രഷൻ അടിച്ച് ചാവാറായി. എൻ്റെ പൊന്നളിയ, ഇപ്പം സംസാരിച്ച എൻ്റെ ടൈമിങ് മൊത്തം തെറ്റും. ഞാൻ സൗകര്യം പോലെ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ, ബൈ. മനുഷ്യനോട് സിസ്പേക്ക് വരുത്താൻ കഷ്ടപ്പെടുന്ന അവനൊരു സെൻറ്റി. 56, 57, 58. താങ്കൾ വിളിക്കുന്ന BSNL കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. എടാ, നിന്നെ രാവിലെ കിച്ചു വിളിച്ചായിരുന്നോ? അതെ. എടാ, ഞാനിപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. ഞാൻ രാവിലെ വിളിച്ചപ്പോൾ എന്തൊക്കെയോ റോങ് ആയിട്ട് സംസാരിച്ചു. എനിക്കും ദേഷ്യം വന്നു. ഞാനും ചേട്ടാ, എനിക്കെന്തോട് പേടിയാവുന്നടാ. എനിക്ക് അവൻ്റെ കാര്യം അറിയാലോ. ചെറിയ വല്ല കാരണം മതി. സൈക്കോ ആണവൻ. ഞാനും അത് ഓർത്തില്ലടാ. എടാ, അവൻ നമ്മളെ അല്ലാണ്ട് പിന്നെ ആരുടെ അവൻ വിളിക്കുക? ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ തന്നെ റെഡിയാവും. അവൻ്റെ വീട്ടിൽ ചെന്ന് നോക്കാം. ഓക്കെ. നിനക്കൊരു പെണ്ണൊക്കെ സെറ്റായപ്പോൾ ഇപ്പം നമ്മളെയൊന്നും വേണ്ട. നീ സന്തോഷമായിരുന്നു. ഫ്രണ്ട്ഷിപ്പൊക്കെ ഇപ്പോൾ സ്റ്റാറ്റസ് ഇടാൻ മാത്രമല്ലേ പറ്റും. ഓക്കെടാ, ബൈ. ഹലോ അനുരൂപേ, എനിക്ക് സുഖമല്ലടാ.